ഗുഡ് ഈവനിങ്. നമ്മൾ പറയാറുണ്ടല്ലേ, സ്ട്രെസ്സ് കൊണ്ടിട്ട് എൻ്റെ ഒത്തിരി മുടി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് അതിന് പിന്നിലെ കാരണങ്ങളെന്നൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ബോഡി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എൻഡോക്രൈൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി. അങ്ങനെ നമ്മുടെ പല ഫങ്ഷൻസിനെയും പോസിബിൾ ആക്കുന്ന തരത്തിൽ അതുപോലെയാണ് ഹോർമോൺസ്. ഇപ്പോൾ ഹോർമോൺസിൽ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, അതുപോലെ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഫങ്ഷനിങ് നടക്കാത്തത് മൂലം മുടിയുടെ ഇത് പറയുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്നറിയോ? അത് നമ്മുടെ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോളാണ്. ഇത് രണ്ടും അഡ്രിനൽ ഗ്ലാൻഡ്, അതായത് കിഡ്നിയുടെ തൊട്ട് മുകളിലായിട്ട് ഇരിക്കുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്നതാണ് കോർട്ടിസോളും അതുപോലെ തന്നെ അഡ്രിനാലിൻ. നമ്മൾ എമർജൻസി സ്റ്റേറ്റ് സമയത്ത് ഫ്ലൈറ്റ് ആൻഡ് ഫ്രൈറ്റ് ഹോർമോൺ എന്നൊക്കെ പറയുമായിരുന്നു അഡ്രിനാലിന്. അപ്പോൾ അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ അതൊരു കോർട്ടിക്കോ സ്റ്റിറോയിഡാണ്. അഡ്രിനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അഡ്രിനൽസിൻ്റെ ഔട്ടർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഹോർമോൺ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ സെക്രീഷൻ, ഈ കോർട്ടിസോളിൻ്റെ അതുപോലെ അഡ്രിനാലിൻ്റെയൊക്കെ സെക്രീഷൻ കൂടുതലായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? കുറച്ച് നേരം ഡെയിലി മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ പ്രാക്ടീസൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡിന് കുറച്ചും കൂടെ ആശ്വാസമായിരിക്കും. ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവും ഒരുവിധം മിക്ക ആൾക്കാരും. ഹെൽത്ത് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ എൻ്റെ പല ഹെൽത്ത് കണ്ടീഷൻസിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും നമ്മൾ ജിമ്മിൽ പോകണേ, അല്ലെങ്കിൽ ഹെൽത്തി സ്റ്റേറ്റ് തന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അതുപോലെ തന്നെ മെൻ്റൽ വെൽനെസ്സാണ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഇത് നടക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഒരു പൊടിക്ക് കുറയും. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലേക്ക് മുടിയിലേക്കൊക്കെ എത്തേണ്ട ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളും കുറയുമ്പോൾ അങ്ങനെ നമ്മുടെ മുടി കൊഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കുറേ നാൾ നിൽക്കണമെങ്കിൽ അനാജൻ ഫേസ് കൂടുതലായി നിൽക്കണം. പക്ഷേ പെട്ടെന്ന് ഷെഡിങ് സംഭവിക്കും. ടിലോജിൻ എഫ്ലുവിനം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കുറച്ച് ശ്രദ്ധിക്കണം. അത് ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീനും അതുപോലെ നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ വേണ്ട രീതിക്കുള്ള ഒരു ആഹാരം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഈ പ്രശ്നം സോൾവ് ആയിക്കോളും, നമ്മുടെ സ്ട്രെസ്സിന്. അതുപോലെ ഹാപ്പി ഹോർമോൺസൊക്കെ മാക്സിമം കൂട്ടം നോക്കുക. ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഡാൻസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഒത്തിരിയായിട്ട് സെക്രീറ്റ് ചെയ്യുന്നു. ഹാപ്പി ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മൾ സിറോട്ടോണിൻ അതുപോലെ തന്നെ ഡോപ്പമിൻസ്, എൻഡോർഫിൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഡാൻസിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എനർജി, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് കേട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യാൻ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഡെയിലി ഒന്നെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ പ്രാക്ടീസോ ഒക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി, ഇഷ്ടപ്പെട്ടൊരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്ട്രെസ് റിലീഫ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഒരു ബെറ്റർ ഹെൽത്ത്, അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.